ആ ലാലി, കുറെ നാളായല്ലോ. എവിടെ നീ ഇപ്പോ? ഞാനിവിടെ താലൂക്ക് ഓഫീസിൽ ഡെയിലി വേജസിന് കയറിയടി. എന്തായി നിന്റെ മെയിൻസ്? നീ വെറുതെ കോമഡി അടിക്കല്ലേടി. ഇപ്പൊ ഈ പ്രിലിംസ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് മെയിൻസ് ഒന്നും കിട്ടാൻ പോണില്ല. പിന്നെ ഞാനിപ്പോൾ വിളിച്ചത് വേറൊരു കാര്യം പറയാനാ. നിന്റെ അടുത്താരെങ്കിലും ഉണ്ടോ? ഇല്ല, നീ കാര്യം പറ. നാഷണൽ ഹൈവേയുടെ പുതിയ അലൈൻമെന്റ് വരുന്നത് നിങ്ങളുടെ ജാക്സൺ ബസാറിൽ കൂടെയാണ്. മറ്റന്നാൾ രാവിലെ അവിടെ സർവേക്ക് ആളെത്തും. പിന്നെ ഞാനാ ഇത് പറഞ്ഞെന്ന് ആരോടും പറയല്ലേ. എടി ഇനി പെയിന്റ് ചെയ്യാനൊന്നുമില്ലല്ലോ. ഇതെന്തായാലും ഉണങ്ങിയിട്ട് പുറത്ത് കിട്ടിയാൽ മതി. ആ നീ നാളെ ലീവ് എടുത്തില്ലടാ. ലീവ് തന്നില്ല, ഞാൻ പോണില്ല. ഏട്ടനെ കുറച്ച് ദിവസമായിട്ട് വീട്ടിലേക്കൊന്നും കാണുന്നില്ലല്ലോ. ഓഫീസിലെ കിടപ്പ് സ്ഥിരമാക്കിയോ? അല്ല, ഞാൻ എൻ്റെ എല്ലാ സാധനവും എടുത്തോണ്ട് ഇങ്ങോട്ട് പോകുന്നു. ആ സന്തോഷം കല്യാണം നടക്കട്ടെ. ആ തിരക്കിൻ്റെ ഇടയിൽ മുറി ഒന്നും എടുക്കാൻ നിൽക്കണ്ട. നാളെന്താ പരിപാടി ആശാന്? എടാ, നമ്മൾ ചെയ്യുമ്പോൾ നിന്ന് കൊടുത്താൽ മതി. പിള്ളേരെല്ലാ കാര്യവും നല്ല മെനക്ക് ചെയ്തോളൂ. ആ ആ ശിവക്കുട്ട ഉറങ്ങിയോ? ഇത് നേരത്തെ ഇറങ്ങില്ല. ലാപ്പു ഇവനോട് ചോദിക്കുക, നമുക്കിവിടുന്ന് ഇറങ്ങേണ്ട വരുമോ ഓപ്പാന്ന്. എത്ര കാലം നമ്മളിങ്ങനെ ഓടുന്നു. നമുക്ക് ഓട്ടം മതിയാക്കാം. ഞാൻ ഇറങ്ങണം ആശാന്. നാളെ നേരത്തെ പറഞ്ഞല്ലേ. വാവേ വാ, എനിക്ക് പോവാം. എനിക്ക് പോവാ. നിങ്ങൾ പൊക്കോടാ, ഞാനവിടെ കിടന്നോളാം. ഈ സാധനമൊക്കെ ഇവിടെ ഇരിക്കുന്നതല്ലേ, ഇവളെയും വിട്ടേരെ. പാപ്പ ഇവിടെ ഭയങ്കര തണുപ്പാണ് പാപ്പ, അവിടെ വന്ന് കിടക്കാം. കുറച്ച് ദിവസമായിട്ട് ഐറ്റം എൻ്റെ ഉള്ളിൽ കിടന്ന് ചിറ്റിക്കുന്നുണ്ടാ. ഞാൻ അവനെ ഒന്ന് പിടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. നോക്കോ പോവാം. നാളെ പരമാവധി ആളുകൾ എത്തിക്കണം. വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവരൊക്കെ വരത്തില്ലേ? എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും നടപടിയാവുന്ന മൂഡിലൊന്നും എല്ലാവരും. എന്താണ്? ഞാനും നീയും ജനിച്ചപ്പോൾ തൊട്ട് കാണണല്ലേ സമരവും ഈ സമരപ്പന്തലും ഒക്കെ. നമ്മുടെ അണ്ണനും പാപ്പനും ഒന്നും തോറ്റു കൊടുക്കാൻ നിന്നിട്ടില്ലല്ലോ. അപ്പൊ നമ്മളും തോക്കത്തില്ല. ലോകത്ത് എത്ര പേരുണ്ടടി സമരം ചെയ്ത് ജീവിക്കുന്നത്. നമ്മളും അങ്ങനെ തന്നെയല്ലേ? ഒരുക്കങ്ങളൊക്കെ നല്ല ഗംഭീരമാണല്ലോ. അതെ, നാളെ സർവേക്ക് മുമ്പേ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് തീരുമാനമാക്കാൻ നിങ്ങളും നേതാക്കന്മാരും കൂടി അങ്ങ് എത്തിയേക്കണം സ്റ്റേഷനിലേക്ക്. ഇതൊന്നും സാറന്മാരോട് സംസാരിച്ച തീരെയല്ല സാറേ.
വർത്താനിക്കുമ്പോഴാണോ നിന്റെ കൊഴലൂത്ത്? അതെ, ഞാൻ മര്യാദക്ക് പറയാ, നീയും നിന്റെ ഏതെങ്കിലും മറ്റവന്മാരുണ്ടെങ്കിൽ അവന്മാരും അങ്ങ് എത്തിയേക്കണം. അതല്ല സർവേ മുടക്കാനാണ് നിന്റെയൊക്കെ ഭാവമെങ്കില് കിട്ടാനുള്ള നക്കാപ്പിച്ച പോലും കിട്ടുകയില്ല. അക്കപ്പിച്ച പിടിച്ച് പോകാനായിരുന്നു നേരത്തെ പോകായിരുന്നു സാറേ. ഈ കാര്യം സംസാരിക്കാനായിട്ട് സ്റ്റേഷനിലേക്ക് ആരും ഇവിടുന്ന് വരില്ല. അങ്ങനെ വേണമെങ്കിൽ സാറന്മാർ രാവിലെ ഇങ്ങോട്ട് വാ. അതല്ലേ സാറേ എൻ്റെ ന്യായം. ഒലിഞ്ഞ വർത്താനം പറയുന്നോടാ. കിട്ടാനുള്ളത് വാങ്ങിച്ച് നക്ക നോക്കണ പന്നെ. സാറും അവരെ തൊലിക്കില്ല. ഇതുപോലത്തെ നാറിയ പോലീസുകാരെ കുറെ കണ്ടിട്ടുള്ള സാറാ ഞാൻ. ആ പാട്ടി പിടിച്ച് കേട്ടോ ഈ കോളനി നടത്തി. കേറാ. പാട്ടി. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ, കുടില് പൊളിച്ച് പാതകൾ പണിയാൻ, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ. നീ പറയുന്നതൊന്ന് മനസ്സിലാക്കി ശങ്കര, നമുക്ക് വഴിയുണ്ടാക്കാം. ഞാനല്ലേ പറയുന്നത്. കുറച്ച് കാലമായിട്ട് ഞാൻ കുരുട്ടി തരുന്നല്ലേ, നീ ഒന്ന് റെസ്റ്റ് എടുക്ക്. പ്രതിഷേധത്തെ അടിച്ചൊതുക്കാൻ, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ, കുടില് പൊളിച്ച് പാതകൾ പണിയാൻ, പിറന്ന മണ്ണിനെ കവർന്നെടുക്കാൻ, കുടില് പൊളിച്ച് പാതകൾ പണിയാൻ. നിങ്ങൾ ഈ കാണിക്കുന്ന അബദ്ധമാണ്. ഹൈവേക്കുള്ള GPS സർവേ കഴിഞ്ഞ സ്ഥലമാണിത്. സാറിന് ഇത് സർവേ കഴിഞ്ഞ ഭൂമിയാ, ഞങ്ങക്ക് ഞങ്ങളുടെ മണ്ണ. കാലിന്റെ അടിയിലെ മണ്ണൊരിച്ചു പോകാന്റെ ദണ്ണൊന്നും സാറിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. സാറിന് സർവേ കഴിഞ്ഞ് പോവാം. പിന്നെ പിന്നീട് ഓരോരുത്തർ വരും പുതിയ ഓർഡർ ആയിട്ട്. അവര് പറയും ഞങ്ങളോട് ഇറങ്ങി പോവാൻ. ഞങ്ങൾ എങ്ങോട്ട് പോവും സാറേ? ആദ്യം ഞങ്ങൾ എവിടെ പോയി താമസിക്കുന്നു വ്യക്തമായിട്ട് ഒരു പേപ്പറിൽ എഴുതി തരാൻ പറ്റും. അങ്ങനെ ഒരു ഡോക്യുമെന്റ്സ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ സർവേ ആണ്. നിങ്ങൾ ഡോക്യുമെന്റ്സ് ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടും. സാറേ, 50 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ ജീവിക്കണവരാ. ഈ മണ്ണിന്റെ മുകളിൽ അവകാശം പറഞ്ഞ് തിണ്ണനിറങ്ങാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി സാറേ. ഇന്നിതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഞങ്ങളുടെ നെഞ്ചത്ത് കൂടെ ചവിട്ടിയിട്ടാ നിങ്ങൾക്ക് ഇവിടെ റോഡ് പണിയാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. എന്താണോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായില്ലേ? സർവേ നടന്നാൽ തനക്ക് വിവരം അറിയും. അങ്ങനെ വരട്ടി ഓടിക്കാൻ നോക്കട്ടെ സാറേ, നടക്കില്ല. നിങ്ങൾ ഇതിൽ ഇടപെടേണ്ടത് ഞങ്ങൾ മാനേജ് ചെയ്തോളാം. ഫോണും തന്നെ. വാടോ. നിങ്ങൾ ഈ സർവേ തടയാനാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങൾക്ക് കോർട്ട് ഓർഡറുമായിട്ട് വരേണ്ടി വരും. Go back, go back, NHA, go back. NHA, go back. ഈ ട്രംബുട്ടായില്ലാതെ പാപ്പൻ എവിടെയും പോവില്ല. അണ്ണ, നമുക്ക് സമയം കളയാതെ വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. എന്നിട്ടൊരു മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുക്കാം. സ്റ്റേഷനിൽ പോയി ഉറപ്പായിട്ടും അവന്മാര് നമ്മളെ ആട്ടത്തേ ഉള്ളൂ. അല്ലെങ്കിൽ സർവേ മുടങ്ങി കളിപ്പിലാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമുക്ക് മെമ്പറേയും കൂട്ടി സ്റ്റേഷനിൽ പോവാം. അല്ലാതെ ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. ചുമ്മാ ഒരു കാര്യമില്ലാതെ മെമ്പറേ, വെറുതെ. നിനക്കൊക്കെ എന്തിനാടാ വെള്ളം? പുറമ്പോക്കി പ്ലാവന കിട്ടില്ലേ? അത് വെച്ചങ്ങ് തുടച്ചാ പോരെ? പറയണ പട്ടി. സാർ എസ് പി ആണ്. സാർ, രാജീവനാ. താനൊക്കെ എന്തുകൊണ്ടാക്കോടോ അവിടെ? കഴിഞ്ഞ ആഴ്ച മുതൽ തന്നോട് പറഞ്ഞിരുന്നതാ ഈ സർവേ നടന്നിരിക്കുന്നത്. താനെല്ലാം നശിപ്പിച്ചു. സാറേ, പ്രൊട്ടസ്റ്റ് അത്രയ്ക്ക് ശക്തമായിരുന്നു. എന്ത് പ്രൊട്ടസ്റ്റ്? ആ പ്രൊട്ടസ്റ്റ് അവിടെ നടക്കരുത് ഞാൻ പറഞ്ഞിരുന്നതല്ലേ. താനൊക്കെ കോളനിക്കാരെ കണ്ടോ വാണ്ടി മുള്ളി. നാളെ താൻ എന്നെ വന്ന് കാണാം. സാർ, അവിടെ പണിയറിയാവുന്ന വെച്ച് ഞാൻ കാര്യം നടത്തിക്കോളാം. ഞാനൊക്കെ നിയമം വെച്ച് കളിച്ചാ നീയൊക്കെ വരും തീട്ടോ തീട്ടം. ഷഫ്ന, സാർ ഷഫ്ന ഇറങ്ങാറായോ? എന്തു പറ്റി സാർ? ഞാൻ ആ ദിനേശിന്റെ കടയിൽ ഒരു കിറ്റ് പറഞ്ഞിട്ടുണ്ട്. താൻ പോയി നിങ്ങൾ മേടിച്ചോണ്ട് വാ. ആ സാർ. സാർ, ആ ഇന്ന് വൈകിട്ട് അനിയത്തിന്റെ എൻഗേജ്മെന്റ് ആണ്. ആ ശരി ശരി ശരി. എന്താ ശങ്കര? ഇന്നലെ രാത്രി തൊട്ട് വേലയില കാണാനില്ല. എന്താ ചെയ്യോ പോലെ? പെണ്ണും പടക്കോഴിയൊന്നും ഇല്ലാത്തവനല്ലേ അവൻ. എവിടെ കറങ്ങി നടന്നാലെന്താ? അതിന് പാപ്പനെ പെണ്ണ് കെട്ടിക്കാൻ വന്നതല്ല, അയാളെ കാണാനില്ലെന്ന് പറയാൻ വന്നതാ.
അണ്ണാ ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഇയാളെ കൊണ്ട് നടപടിയാവില്ലാന്ന്. വെറുതെ സമയം കളയാനായിട്ട്. ഞാനല്ല, മറ്റാരിടപെട്ടാലും നിങ്ങളുടെ പ്രശ്നം തീരില്ല. അപ്പോ നിങ്ങൾ എവിടെയാ? ഒന്ന് പെട്ടെന്ന് വാ, പാപ്പൻ എത്തിയിട്ടുണ്ട്. പോലീസുകാരാ കൊണ്ടുവന്നിട്ടത്. എന്താടാ പറ്റേ? പാപ്പാ എന്തു പറ്റിയാശാന? എന്തുണ്ടായോ പാപ്പാ? എനിക്കൊന്നും ഒരു ഓർമ്മയില്ല. ഞങ്ങളെല്ലാം ഒന്ന് പോയി തരാം. എനിക്കൊന്ന് കിടക്കണം, എനിക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങണം. എല്ലാവരും ഒന്ന് പോയേ, ആശാൻ കിടന്ന് ഉറങ്ങട്ടെ. എടാ എല്ലാവരും ഒന്ന് പോയേ, ഞാൻ കൊണ്ടുവന്നോ. ചെല്ല്. എടാ എല്ലാവരും വിളിച്ച് പോയേ. ചേച്ചി ബാപ്പോ. എടാ അപ്പോ ഒരു വീടാ. സത്യം പറ പാപ്പാ, ഏത് പോലീസാ പണി തന്നേ? ഈ കൊല്ലത്തങ്ങാടിയിൽ ഒരു കളവോ കൊലയോ നടന്ന് പോലീസുകാർ ആദ്യം എത്തി നിങ്ങളാ. ശരീരം എത്ര കണ്ടാടാ അപ്പോ? പാപ്പ കാര്യം പറ പാപ്പാ, എന്താ ഉണ്ടായെന്ന് പറ. എനിക്കൊന്നും മുള്ളണം. ഞാനും വരാം. എനിക്ക് മുള്ളതിന് കമ്പനിയാ. നീ വല്ലതും കണ്ട് പേടിച്ച നാണോ ഇല്ലടാ. എന്റെ പൊന്നു പാപ്പ, ഈ സമയത്താണ്. എടാ അപ്പോ മൂത്രത്തിന് പകരം ചോരടാ വരുന്നേ. പാപ്പാ എന്താ പച്ചേർക്കിളി പറയണു? പച്ചേർക്കിളുണ്ടായ മാമയെ പെരുമാറിയത്. പാപ്പാ ഞാൻ വണ്ടി എടുത്തോണ്ട് വരാം, നമുക്ക് ആശുപത്രി പോവാ. എനിക്ക് ആശുപത്രിയിൽ എനിക്ക് പോകണ്ടാ. നീ എന്നെ കുറച്ച് നേരം എന്നെ കെട്ടിപ്പിടിച്ചിരുന്നാ മതി. ഞാൻ ഇവിടെ ഇരുന്നോളാം പാപ്പാ. എടാ എടാ രമേശേ, അണ്ണാ ആരെങ്കിലും വാടാ. പാപ്പാ വാടാ ആരെങ്കിലും. പാപ്പ കണ്ണടക്കല്ലേ.